ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഒന്നങ്ങ് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. ഇന്ന് അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി എനർജി ബാർ എന്നൊക്കെ പറയാം, നമുക്ക് ചുമ്മാ കുറച്ചുകൊണ്ട് കിടക്കാൻ പാകത്തിനുള്ള ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: അമൃതം പൊടി, ശർക്കര, കടലയില്ലേ നമ്മൾ കഴിക്കുന്ന കടല വറുത്തത് കുറച്ച്, ഒരു 1/2 കപ്പ് തേങ്ങ. ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി അതിൻ്റെ പാകം നോക്കി എടുക്കണം. അപ്പോൾ ശർക്കര നല്ലതുപോലെ ഉരുക്കി വരുമ്പോൾ നമുക്കൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേട്ട് ഒരു തുള്ളി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളമായിട്ട് അത് കലരണില്ലെങ്കിൽ അതാണ് കേട്ടോ കറക്റ്റ് പാകം. കണ്ടോ, അത് കലരാതെ അടിയിൽ പോയി ഇങ്ങനെ നിൽക്കും. ഇനി അതിന് ശേഷം അമൃതം പൊടി ഒന്ന് ചെറുതായിട്ട് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാട്ടോ ഞാനതിൽ മാറ്റി വെച്ചേക്കണേ. ആ അമൃതം പൊടി നമുക്ക് ഈ ശർക്കരയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തീ ഒന്ന് സിമ്മിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി പാനിയിൽ നിന്ന് വിട്ട് വരണ രീതിയിൽ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ തീ കൂട്ടി വയ്ക്കരുത്, കൂട്ടി വെച്ചാൽ കത്ത് പിടിക്കും കേട്ടോ. കാരണം ശർക്കരയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ അങ്ങ് വറ്റിച്ചിട്ടല്ലേ നമ്മൾ പൊടിയിടണത്. അപ്പോൾ തീ നല്ലതുപോലെ സിമ്മിൽ വെച്ചിട്ട് വേണം ഈ സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. കണ്ടോ, പാനിയിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വന്നു കഴിയുമ്പോൾ ഇനി നമുക്കതിലേട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങയും കൂടെ ചേർത്താൽ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കഴിയുമ്പോൾ വേണം കേട്ടോ കടല ചേർത്ത് കൊടുക്കാൻ. തേങ്ങയും അമൃതം പൊടിയും ശർക്കരയും കൂടെ നല്ലതുപോലെ യോജിച്ച് സെറ്റായി വന്നു കഴിയുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടലയ്ക്ക് പകരം കാഷ്യോ ബദാമോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കടല ഉണ്ടായിരുന്നതുകൊണ്ട് അത് അങ്ങ് ചേർത്ത് കൊടുത്തു എന്നുള്ളൂ. കടല പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ. അപ്പോൾ അതവിടെ റെഡി ആകുമ്പോഴത്തേനും നമുക്കൊരു പാത്രം ഒന്ന് നെയ്യൊക്കെ ഒന്ന് പുരട്ടി അല്ലെങ്കിൽ ഒരു എണ്ണയോ എന്തെങ്കിലും ഒന്ന് പുരട്ടി മാറ്റി വയ്ക്കാം. ഇനി അതിലേട്ട് ഈ മിക്സ് ഇത് ചെയ്ത് സ്പൂണും കൊണ്ട് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അതിനെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എനിക്കൊരു മണ്ടത്തരം പറ്റി, ഞാൻ ഈ സമയത്ത് കട്ട് ചെയ്ത് വെച്ചില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും കേട്ടോ. അതേ കണ്ടോ. എന്നിട്ട് ഒരു ചൂടാറണ വരെ ഒന്നങ്ങ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ സംഭവം നല്ല റെഡിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അന്നേരം കട്ട് ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ് എൻ്റെ മുറിച്ചപ്പോൾ ഷേപ്പ്ലെസ് ആയിട്ട് പോയി. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. നമുക്ക് വെറുതെ കുറച്ച് വയ്ക്കാം, 1 മാസം വരെ കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം. വീണ്ടും കാണാം. ബായ്.